പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ സന്നിധി നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. പ്രൈസ് ദി ലോർഡ്. കർത്താവാണ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. എന്തിനാണ് തെരഞ്ഞെടുത്തത്? നാം പോയി ഫലം കായ്ക്കുവാൻ, അതും നമ്മുടെ ഫലം നിലനിൽക്കേണ്ടതിനുമാണ് കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമക്കളെ, നമ്മെ തെരഞ്ഞെടുത്തത് കൊണ്ട് നാം കർത്താവിന് വേണ്ടി ഫലം കായ്ക്കണം. അതും കർത്താവ് പറ്റി ഇവിടെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് അത്രേ. ഹല്ലേലൂയ. നമ്മെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് നമ്മൾ പോയി ഫലം കായ്ക്കണം. ഫലമില്ലാത്ത കൊമ്പുകളാണെങ്കിൽ അതിനെ വെട്ടിക്കളയുമെന്ന് പറഞ്ഞിരിക്കുന്നു. നാം എങ്ങനെയാണ് ഫലം കായ്ക്കുന്നത്? ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. പ്രിയ മക്കളെ, കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവ സന്നിധിയിലാണ് നാം ഇരിക്കുന്നത്. ഹല്ലേലൂയ. ആ ഒരു ബോധത്തോടിരുന്ന് കർത്താവിൻ്റെ സന്നിധി വസിക്കുന്നവർക്കാണ് ഫലം കായ്ക്കുവാൻ ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ. നാം വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ശിഷ്യനാകണമെങ്കിൽ ഫലമുള്ള കൊമ്പുകളായി തീർന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നമുക്ക് പിതാവിൻ്റെ തോട്ടത്തിൽ വസിച്ച് മുന്തിരിവള്ളിയുടെ ഫലവത്തായ കൊമ്പുകളായി തീരണം. ഹല്ലേലൂയ. അല്ലാത്തതിനെല്ലാമാണ് വെട്ടിക്കളയുന്നത്. അതുകൊണ്ട് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്ന എന്താണ്? നാം പോയി ഫലം കായ്ക്കണം. പ്രിയമക്കളെ, ഇന്ന് ഹല്ലേലൂയ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അത് നമ്മൾ ഹല്ലേലൂയ നിറപടിയായിട്ട് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഫലം കായുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഹല്ലേലൂയ വിശ്വസ്തയോട് കൈകാര്യം ചെയ്യണം. അല്ല എങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ നമുക്ക് ഹല്ലേലൂയ ഉറങ്ങുന്ന കന്യകമാരെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. 25-ാം അധ്യായത്തിലെ ഹല്ലേലൂയ 6-ാം വാക്യം നോക്കുമ്പോൾ, അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ കർത്താവിൻ്റെ വരവ് ഏത് നിമിഷമാണെന്ന് അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ, കള്ളൻ വരുന്നത് പോലെ വരും. അതുകൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ അറിയുവാൻ സാധിക്കില്ല. പ്രിയ മക്കളെ, ഹല്ലേലൂയ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4:16 പറയുന്നുണ്ട്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുക. ഹല്ലേലൂയ. കർത്താവിനോട് വസിക്കുവാനും കർത്താവിനോട് കൂടെ ഇരിക്കുവാനും കഴിയണമെങ്കിൽ നാം ഉറങ്ങാത്തവരായി ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരണം. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങളെ ഹല്ലേലൂയ ഹല്ലേലൂയ ഓരോ താലന്തുകളും നാം വേണ്ടും പോലെ അത് വ്യാപാരം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറെ ഫലം കായ്ക്കുവാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിൽ നമുക്ക് കാണപ്പെടുവാൻ സാധിക്കും. കർത്താവ് വരുന്ന സമയം നമുക്ക് ഹല്ലേലൂയ മനസ്സിലാകുവാൻ സാധിക്കും. ഹല്ലേലൂയ. പിന്നീട് നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പറയിൻ കീഴിൽ വെച്ച് ഹല്ലേലൂയ വിളക്കാകാതിരിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ നാം ശ്രമിക്കണം. പ്രിയ മക്കളെ, നമ്മുടെ വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ വെക്കണം. ഹല്ലേലൂയ.
അനേകർക്ക് അത് പ്രകാശം പരത്തുന്നവരായി തീരണം. ഹല്ലേലൂയ. നാം പ്രകാശം പരത്തുന്നവരാകുമ്പോൾ അനേകരെ കർത്താവിന് വേണ്ടി നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. ലൂക്കോസിൽ സുവിശേഷം 11:33 വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയും കീഴിലോ വയ്ക്കാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടേനെ തണ്ടിന്മേൽ അത്രേ വെക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. ഉറങ്ങാതിരുന്ന് കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്നവർ ആയിരിക്കണം. ഹല്ലേലൂയ. കൂടാതെ നമ്മൾ വെളിച്ചം പകർന്നു കൊടുക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. വിളക്ക് ഹല്ലേലൂയ കത്തിച്ച് പറയും കീഴിൽ വയ്ക്കുകയാണെങ്കിൽ അത് ആർക്കും പ്രയോജനമുണ്ടാകുകയില്ല. കൂടാതെ എന്താണ്? ഹല്ലേലൂയ. പ്രയോജനപ്പെടണമെങ്കിൽ അത് തണ്ടിന്മേൽ തന്നെ വെക്കണം. ഹല്ലേലൂയ. കാരണം അത് എല്ലാവർക്കും പ്രകാശം ഹല്ലേലൂയ ലഭ്യമാകും. പ്രിയമക്കളെ, ദൈവവചനമാകുന്ന ആ വിത്ത് നമ്മിൽ വളരണമെങ്കിൽ നാം മറ്റുള്ളവർക്ക് പ്രകാശം പരത്തിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഇരുട്ടിന്റെ അവസ്ഥയും ഹല്ലേലൂയ മൂടി വെച്ചതുമാണെങ്കിൽ ആ മുള്ളിനടിയിൽ വീണ ഹല്ലേലൂയ വിത്ത് പോലെയാണ് അത് ഞെരിഞ്ഞ് ഹല്ലേലൂയ ഇല്ലാതെയാകുകയുള്ളൂ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രകാശം പരത്തുന്നവരായി നല്ല നിലത്ത് വീണ വിത്ത് പോലെ ആയിത്തീരണം. ഹല്ലേലൂയ. അനേകർക്ക് ഹല്ലേലൂയ ഫലവത്തായി തീരണം. ഹല്ലേലൂയ. അനേക ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ ഉറങ്ങാതെ ദൈവമേ കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്നവരും പറയും കീഴിലല്ല വിളക്ക് ഹല്ലേലൂയ തണ്ടിന്മേൽ വെച്ച് അനേകർക്ക് പ്രകാശം പരത്തി കൊടുക്കുന്നവരുമായി തീരണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ ലൂക്കോസിൽ സുവിശേഷം 6:49 പറയുന്നുണ്ട്, അടിസ്ഥാനമുള്ള ഹല്ലേലൂയ ഹല്ലേലൂയ ആ മണ്ണിൽ നമ്മൾ വീട് പണിയണമെന്ന്. ഹല്ലേലൂയ. 6:49 വായിക്കുമ്പോൾ ലൂക്കോസിൽ സുവിശേഷം കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. ഒഴുക്കടിച്ച് ഉടനെ അത് വീണു. ആ വീടിന്റെ വീഴ്ച വലിയതായിരുന്നു. ഹല്ലേലൂയ. ഇതുപോലെയാണ് കർത്താവിന്റെ വചനങ്ങൾ കേട്ടിട്ട് അത് അനുസരിക്കാതിരിക്കുന്നവരുടെ വീടാണ് ഹല്ലേലൂയ വീഴ്ന്നു പോകുന്നത്. പ്രിയ മക്കളെ, ഹല്ലേലൂയ കാറ്റെല്ലായിടത്തും അടിച്ചു. ഹല്ലേലൂയ. പാറമേൽ വീട് പണിതവന്റെ ഉറച്ചു നിന്നു. ദിവസങ്ങളിൽ നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവാകുന്ന പാറമേലായിരിക്കണം. ഹല്ലേലൂയ. വീട് പണിയുന്നവർ ആഴെ കുഴിച്ച് അടിസ്ഥാനമിട്ട് ഹല്ലേലൂയ പണിയുന്നവരായിരിക്കണം. അല്ലെങ്കിലാണ് ഹല്ലേലൂയ അത് വലിയ വീഴ്ച വന്ന് അത് വീണു പോകുന്നത്. പ്രിയ മക്കളെ, നാം ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിതാൽ അതെന്നേക്കും നിലനിൽക്കും. നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവാകുന്ന പാറയായിരിക്കണം. ഹല്ലേലൂയ. ദിവസങ്ങളിൽ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഹല്ലേലൂയ. പ്രയാസവേളകളെ കാറ്റും കോളും ഹല്ലേലൂയ എന്തെല്ലാം വന്നു ഭവിച്ചാലും നാം ഫലം പുറപ്പെടുവിക്കുന്നവരാണോ? നാം കർത്താവിന്റെ സന്നിധി പ്രകാശം പരത്തുന്നവരാണോ? ഹല്ലേലൂയ. അതൊന്നും വീണു പോകുവാൻ ഇടയാകുകയില്ല. പ്രിയ മക്കളെ, ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ പല ഹല്ലേലൂയ സംഭവങ്ങളും നമ്മൾ കേൾക്കുകയും കാണുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് മണിപ്പൂരിനെ ഓർക്കാം. ശാന്തത കിട്ടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ മക്കളെ, നമ്മൾ ശാന്തമായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ഒരു ദിവസം കടന്നു വരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധി നമുക്ക് ഉറപ്പോടെ നിൽക്കാം. കിട്ടുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ച് ഈ ദിനങ്ങളായി തീരാം. നമുക്ക് തന്നെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. നമ്മെ തെരഞ്ഞെടുത്തതിനാണ് പോയി ഫലം കായ്ക്കുവാൻ. അനേകരുടെ ഹല്ലേലൂയ ഹൃദയങ്ങളിൽ ഹല്ലേലൂയ വചനമാകുന്ന വിത്ത് വിതറിക്കൊടുക്കുവാൻ നമുക്കിത് ഇടയായി തീരണം. നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ ഹല്ലേലൂയ അതിനെന്നെ ഉപയോഗിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കുന്നു. അപ്പാ, അങ്ങെടുത്ത് ഉപയോഗിക്കണമേ. നല്ല വിത്തുകൾ ഹല്ലേലൂയ വിതറിക്കൊടുക്കുവാനുള്ള കൃപ ഓരോ മക്കൾക്കും കൊടുക്കണം. കർത്താവെ, ഏതവസ്ഥയിലും കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കണമേ. അപ്പാ, അങ്ങയുടെ കരങ്ങളിൽ ഹല്ലേലൂയ എല്ലാവരെയും സമർപ്പിക്കുന്നപ്പാ, പോയി ഫലം കായ്ക്കുവാനുള്ള കൃപ എല്ലാവർക്കും കൊടുക്കണം. എൻ്റെ അപ്പൻ തെരഞ്ഞെടുത്തത് ഹല്ലേലൂയ 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 അത് മനസ്സിലാക്കി ജീവിപ്പാൻ എല്ലാവർക്കും ഇടയാക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പാ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. മീനു വജു, മുംബൈ. ഹല്ലേലൂയ.